മാസ്റ്റർമൈൻഡിൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൽ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ എല്ലാ എക്സാംസിനും 10 മാർക്കിന് ഏറ്റവും കുറവ് 10 മാർക്കിനെങ്കിലും എന്തെന്ന് ചോദിക്കും. മിക്ക എക്സാമുകളിലും, ഞാൻ പ്രിലിംസിൻ്റെ കാര്യമല്ല പറയുന്നത്, മിക്ക എക്സാമുകളിലും എത്ര മാർക്ക് ചോദിക്കും? 10 മാർക്കിനെങ്കിലും ചോദിക്കുന്നത് മലയാളമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് തോന്നും കുറച്ച് അത്യാവശ്യം മാർക്ക് കിട്ടാം എന്നൊക്കെ നമുക്ക് തോന്നി നമ്മൾ എന്ത് ചെയ്യും? അറ്റൻഡ് ചെയ്യും. ചില നേരത്ത് നമുക്ക് നെഗറ്റീവ് അടിക്കാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് മലയാളം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നാളും പഠിച്ചല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും അല്ലേ. പക്ഷേ നെഗറ്റീവ് അടിക്കാൻ എന്താണ് ചാൻസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ നെഗറ്റീവ് അടിക്കില്ല അല്ലേ. നമ്മൾ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ PYQs ചെയ്ത് വേണം നമ്മൾ മലയാളത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് PYQs കണ്ടാലോ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് PYQs സോൾവ് ചെയ്യാനായിട്ട് പോകാം. അവൾ ഏത് സർവനാമ വിഭാഗത്തിൽ പെടുന്നു? ചോദ്യം നോക്കിയേ. അവൾ ഏത് സർവനാമ വിഭാഗത്തിൽ പെടുന്നു? അവൾ ഉത്തമ പുരുഷനാണോ, മധ്യമ പുരുഷനാണോ, പ്രഥമ പുരുഷനാണോ, ഇത് ഒന്നുമല്ലാത്തതാണോ? അവൾ ആരാടെ? അവൾ ഏതിൽ വരുമടേ? ഏതിൽ വരും? നമുക്ക് നോക്കിയാലോ. ആൻസറിലോട്ട് നമുക്ക് പോവാം. പ്രഥമ പുരുഷ സർവനാമമാണ് അവൾ എന്ന് പറയുന്നത്. എന്താണ് അവൾ? പ്രഥമ പുരുഷ സർവനാമം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പ്രഥമ പുരുഷനാണ് നമുക്ക് പറയാം. എന്താണ് നമുക്ക് ഓപ്ഷനിലൂടെ പോവാം. അപ്പോൾ ആരാടെ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്? ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആളാണ് ഉത്തമ പുരുഷൻ. ഞാൻ, നമ്മൾ, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഉത്തമ പുരുഷന് വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏതാളോടാണോ സംസാരിക്കുന്നത് അതാരാണ്? മധ്യമ പുരുഷൻ. ഏതാളോടാണോ സംസാരിക്കുന്നത് അത് മധ്യമ പുരുഷൻ. ഉദാഹരണം നീ, നിങ്ങൾ. അടുത്തത് വക്താവും, പറയുന്ന ആളും ശ്രോതാവും കേൾക്കുന്ന ആളുമല്ലാതെ മൂന്നാമതൊരാളിന് പകരം ഉപയോഗിക്കുന്ന സർവനാമത്തിനെയാണ് നമ്മൾ പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളടുത്ത് ഇങ്ങനെ പറയുകയാണ്, അവൾ അവിടെ പോയി, നമ്മൾ പറയുന്നത് വേറൊരാളെ പറ്റിയാണ് അല്ലേ, വേറൊരാളെ പറ്റിയാണ്. അതിനെയാണ് നമ്മൾ എന്ന് പറയുക പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അവൻ, അവൾ, അവർ, ഇത്, അത് ഒക്കെ ഏതാണ്? പ്രഥമ പുരുഷനാണ്. നമ്മൾ അതിബുദ്ധി കാണിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ അവൾ എന്താണ്? അവൾ ഒരു പെണ്ണല്ലേ, അവൾ സ്ത്രീലിംഗാണല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവരും പുരുഷന്മാർ. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അല്ലെന്ന് പറഞ്ഞ് നമ്മൾ D അങ്ങ് എഴുതി വെക്കും. പക്ഷെ എന്താണ്? D തെറ്റാണ്. പ്രഥമ പുരുഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പ്രഥമ പുരുഷൻ എന്ന് അറിഞ്ഞിരിക്കുക? വക്താവും സംസാരിക്കുന്ന ആളും ശ്രോതാവും കേൾക്കുന്ന ആളുമല്ലാതെ മൂന്നാമതൊരാളിന് മൂന്നാമത്തെ ആളിന് അയാൾക്ക് പകരം ഉപയോഗിക്കുന്ന സർവനാമത്തിനെയാണ്. സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സർവനാമം. അവൻ, അവളൊക്കെ എന്താണ്? സർവനാമമാണ്. ആ സർവനാമങ്ങളെയാണ് നമ്മൾ പ്രഥമ പുരുഷൻ എന്ന് പറയുക. അവൻ, അവൾ, അവർ, ഇത്, അത് ഒക്കെ ഏതാ വരിക? സർവനാമത്തിലാണ് വരുന്നത്. ആ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ശരിയായ വാക്യം ഏത്? പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ. പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ. പ്രായാധിക്യം ചെന്ന മഹാവ്യക്തികളെ നാം തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ. പ്രായാധിക്യം ചെന്ന മഹത് വ്യക്തികളെ നാം തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ. പ്രായാധിക്യം ചെയ്ത മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ. ഇവിടെ നോക്കിയേ, ഈ ബഹുമാനിച്ചേ പറ്റൂ, തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ, തീർച്ചയായും. അപ്പോൾ ഈ തീർച്ചയായും ബഹുമാനിച്ചേ പറ്റൂ എന്നൊക്കെ വരുന്നത് എന്തായിരിക്കും? റിപ്പീറ്റ് ചെയ്ത് വരികയാണല്ലേ. റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ എന്താണ് ആശയം അല്ലെങ്കിൽ അർത്ഥം റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, ശബ്ദാർത്ഥമോ അല്ലെങ്കിൽ അർത്ഥമോ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതെന്തല്ല? അത് ശരിയായിട്ടുള്ള വാക്യമല്ല. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാം. പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ എന്നുണ്ട്. പ്രായാധിക്യം
മുള്ളതിന് പകരം ചെന്നാന്നുമുണ്ട്. പ്രായാധിക്യമുള്ള മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ. പ്രായാധിക്യം ചെന്ന മഹാവ്യക്തികളെ നാം ബഹുമാനിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ശരിയായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എല്ലാ വെള്ളിയാഴ്ച, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ വെള്ളിയാഴ്ച തോറും പ്രാർത്ഥനയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്. വെള്ളിയാഴ്ച തോറുമെന്ന് വേണോ? വേണ്ട. എല്ലാ വെള്ളിയാഴ്ചയും എന്താണ്? പ്രാർത്ഥനയുണ്ട്. അല്ലെങ്കിൽ എല്ലാം ഇല്ലാതെ എന്ത്? എല്ലാം ഇല്ലാതെ വെള്ളിയാഴ്ച തോറും പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. പക്ഷെ എല്ലാത്തിനും തോറും എന്നതിനും സെയിം മീനിങ് ആണ്. അതുകൊണ്ട് അത് തെറ്റാണ്. എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ടെന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. കാറ്റിൻ്റെ പര്യായമാണ് നമ്മൾ എപ്പോഴും കുഴപ്പിക്കുക അല്ലേ? അപ്പോൾ കാറ്റിൻ്റെ പര്യായമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അനിലൻ, അനലൻ, പവനൻ, പവമാനൻ. അനിലൻ, അനലൻ, പവനൻ, പവമാനൻ. ഏതാണ് കാറ്റിൻ്റെ പര്യായം അല്ലാത്തത്? എക്സാംസിന് എപ്പോഴും നമ്മളെ കൺഫ്യൂഷനാക്കുന്ന ഒന്നാണ് പര്യായമായത്, പര്യായമല്ലാത്തത്. നമ്മളെപ്പോഴും ഏത് ചൂസ് ചെയ്യണം? പര്യായം അല്ലാത്തതെന്ന് പറയുമ്പോൾ അല്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലാത്തത് അങ്ങ് അണ്ടർലൈൻ ചെയ്യണം. ആണത് അല്ലെങ്കിൽ ആയത് എന്ന് ചോദിച്ചാൽ അത് അണ്ടർലൈൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ടെൻഡൻസി തെറ്റായിട്ട് നമ്മൾ എഴുതാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ അനിലൻ, അനലൻ, പവനൻ, പവമാനൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അനിലൻ, എന്താണ് അനലൻ, എന്താണ് പവനൻ, എന്താണ് പവമാനൻ? ആൻസർ ഏത് വരും? അനലൻ. അനലനാണ് ഉത്തരം വരിക. അതെങ്ങനെ അനലൻ വരും? അനലൻ ആരാ? അപ്പോൾ അനലൻ ആരാണെന്ന് നമുക്ക് നോക്കണ്ടേ? കമോൺ. അനലൻ ആരാണ്? അഗ്നിയാണ് അനലൻ. ആരാണ് അനലൻ? അഗ്നിയാണ് അനലൻ. അഗ്നിയെ വിളിക്കുന്ന പേരുകൾ എന്തൊക്കെയാ? അനലൻ, ദഹനൻ, ശിഖി, പാവകൻ, ജാതവേദസ്, വൈശ്വാനരൻ, വഹ്നി എന്നിവ എന്തിൻ്റെ പര്യായമാണ്? തീയുടെ, അഗ്നിയുടെ പര്യായമാണ് അല്ലേ? അഗ്നിയുടെ പര്യായമാണ് അനലൻ, ദഹനൻ, ശിഖി, പാവകൻ, ജാതവേദസ്, വൈശ്വാനരൻ, വഹ്നി എന്നിവയൊക്കെ. മാരുതൻ, പവനൻ, അനിലൻ, വാതകൻ എന്നിവ എന്തിൻ്റെയാണ്? കാറ്റിൻ്റെ പര്യായമാണ്. അങ്ങനെയാണെങ്കിൽ മാരുതി? ആരാണ് മാരുതി? മാരുതി കാറാണോ? മാരുതി കാറല്ല. മാരുതി എന്ന് പറയുമ്പോൾ വായുപുത്രനായിട്ടുള്ള ആര്? ഹനുമാൻ. ഹനുമാൻ്റെ മറ്റൊരു പേരാണ് മാരുതി. ആരുടെ മറ്റൊരു പേരാണ്? ഹനുമാൻ്റെ മറ്റൊരു പേരാണ് മാരുതി. ഓക്കെ, അറിയാലോ, വായുപുത്രനാണ് ഹനുമാൻ എന്ന് പറയാറുണ്ട് അല്ലേ? ശരി. ആടുജീവിതം എന്ന നോവലിൻ്റെ ആടുജീവിതം രചയിതാവാരെന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ കിട്ടും നോക്ക്. ആടുജീവിതം അതെന്ത്, ഏത് സാഹിത്യശാഖയിൽ പെടുന്നു? നോവലാണോ, ചെറുകഥയാണോ, കവിതയാണോ? ഏതാണ്? നോവലാണ് അല്ലേ? നോവലാണ്. അതാരാണ് എഴുതിയത്? ബെന്യാമിനാണ് എഴുതിയത്. ആരാണ് ബെന്യാമിൻ? ബെന്യാമിൻ്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണ് പിള്ളേരെ? പറഞ്ഞേ ഒന്ന്. ബെന്യാമിൻ്റെ മറ്റു കൃതികൾ ഏതൊക്കെയാ? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. മഞ്ഞവെയിൽ മരണങ്ങളും ആരുടേതാണ്? ബെന്യാമിൻ്റേതാണ്. മഞ്ഞവെയിൽ മരണങ്ങൾ. അടുത്തത് നിശബ്ദ സഞ്ചാരങ്ങൾ. PSC ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. നിശബ്ദ സഞ്ചാരങ്ങൾ ആരുടേതാണ്? നിശബ്ദ സഞ്ചാരങ്ങൾ ബെന്യാമിൻ്റേതാണ്.
ഈ നിശബ്ദ സഞ്ചാരങ്ങളിലൂടെ എന്ത് അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ അതിലെ പ്രമേയമെന്ന് പറഞ്ഞാൽ നഴ്സില്ലേ, നഴ്സുമാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു നോവലാണ് അല്ലെങ്കിൽ ഒരു കൃതിയാണ് എന്ന് പറയുന്നത് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് മാന്തളിൻ്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, മഞ്ഞവെയിൽ മരണങ്ങൾ, നിശബ്ദ സഞ്ചാരങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയത് നമ്മുടെ എക്സാമിന് ചോദിക്കാനുള്ളതാണ് ഒരു ക്വസ്റ്റ്യനാണ് മൽബറി നീ നിൻ്റെ ശോഭയെക്കുറിച്ച് എന്നോട് പറയൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങിയ കൃതിയാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അദ്ദേഹം വളരെ പരീക്ഷണാർത്ഥം മറ്റൊരു കൃതി എഴുതിയിട്ടുണ്ട്, തരകൻസ് ഗ്രന്ഥാവരിയും ആരുടേതാണ്? നമ്മുടെ ബെന്യാമിൻ്റേതാണ് തരകൻസ് ഗ്രന്ഥാവരി. അതുപോലെ തന്നെ ബെന്യാമിൻ്റെ മറ്റൊരു കൃതിയാണ് നമ്മുടെ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി ബെന്യാമിൻ്റേതാണ്. അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയുടെ അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. രണ്ടും ഒരെണ്ണത്തിൻ്റെ പാർട്ടാണ് കേട്ടോ. അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയും അതുപോലെ തന്നെ മുല്ലപ്പൂ നിറമുള്ള പകലുകളും. ഓക്കെ അല്ലേടേ? ഇനി നമ്മൾ ആടുജീവിതത്തിലെ പ്രധാന കഥാപാത്രം ആരാണ്? നജീബ് അല്ലേ? അത് ഓർത്ത് വെച്ചേക്കുക, നജീബാണ്. അതുപോലെ തന്നെ മഞ്ഞവെയിൽ മരണത്തിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ക്രിസ്റ്റി അന്തപ്പേറാണ്. ക്രിസ്റ്റി അന്തപ്പേർ. നമ്മുടെ TD രാമകൃഷ്ണൻ്റെ ഭയങ്കര കുറച്ച് ഓവറേറ്റഡ് നല്ല ഒരു കൃതിയായിരുന്നു എന്ന് പറയുന്നത് ഫ്രാൻസിസ് ചെട്ടിക്കോര എന്ന് പറയുന്നത്. ആ പ്രമേയവുമായിട്ടൊക്കെ ചേർന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു നോവലാണ് എന്ന് പറയുന്നത് മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? തൂലികാനാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? നമ്മൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. A അയ്യപ്പൻ, VV അയ്യപ്പൻ, അയ്യപ്പൻ പിള്ള, M അയ്യപ്പൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയ്യപ്പൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ച്. എങ്ങനെ? ഒരു ട്രിക്കിലൂടെയാണ് ഇത് കേട്ടോ പഠിക്കുന്നത്. കോവിലിരിക്കുന്ന നമ്മൾ തൊഴുകുന്നത് ആരാണ് അയ്യപ്പനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെക്കുക. പക്ഷെ അങ്ങനെ പഠിച്ചു വെച്ചാൽ വന്നതെങ്ങനെയാ? എന്ത് ചോദിച്ചു? ഇൻഷ്യൽ ചോദിച്ചു. അപ്പം നമുക്ക് ഇൻഷ്യൽ വിടാൻ പാടുണ്ടോ? ഇൻഷ്യൽ വിടാൻ പാടില്ല. അപ്പം ഏതായിരിക്കും ഇവിടുത്തെ ആൻസർ? വി അയ്യപ്പൻ. 2 V ഉണ്ട്. ഓക്കെ, VV അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി, കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? VV അയ്യപ്പനാണ്. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? PK നാരായണ പിള്ളയാണ് സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത്. PK നാരായണ പിള്ള. ഓക്കെ. അങ്ങനെയാണെങ്കിൽ DC ബുക്സിൻ്റെ DC കിഴക്കേമുറി എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി. എന്താണ്? ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി. അപ്പോൾ ഉത്തരം VV അയ്യപ്പനാണ്. സാഹിത്യ പഞ്ചാനൻ PK നാരായണ പിള്ള, DC കിഴക്കേമുറി ഡൊമിനിക് ചാക്കോ കിഴക്കേമുറിയാണ്. ഓക്കെ അല്ലേടേ? പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? നോക്കിയേ, പുരസ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് എഴുത്തച്ഛൻ പുരസ്കാരം എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആദ്യത്തേത് ആര്? ഈ പ്രഥമ എന്നൊക്കെ തരും. അപ്പോൾ പ്രഥമ നമ്മൾ കാണൂല, നമ്മൾ ഈ സമകാലികമായിട്ടുള്ളത് അങ്ങ് പഠിച്ചു വെക്കും അല്ലേ? ഇപ്പോൾ കിട്ടിയത് ആർക്കെന്ന് പറഞ്ഞാൽ 2025 G ശങ്കരപ്പിള്ളയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെക്കും. പക്ഷേ അത് കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെട്ടെന്ന് ആൻസർ അതാണെന്ന് പറഞ്ഞ് എഴുതി വെക്കും. തിരിച്ചും വരാം, ഇപ്പോൾ കിട്ടിയത് ആർക്കെന്ന് പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ നമ്മൾ പ്രഥമയിൽ നിൽക്കുക. അപ്പോൾ അത് കറക്റ്റ് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്ടേ? ബാലാമണിയമ്മ, വള്ളത്തോൾ, ഇളംകുളം കുഞ്ഞൻപിള്ള, ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനായ എഴുത്തച്ഛനെന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ പറ്റി നോക്കാം. ഓക്കെ, നമ്മൾ ആൻസർ ഇതാണ്. ഇനി ഏത് വർഷം മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകപ്പെട്ടു തുടങ്ങിയത്? ഏത് വർഷം തുടങ്ങി? 1993. 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എന്നാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്?
എല്ലാ വർഷവും കേരളപ്പിറവി ദിനം. കേരളപ്പിറവി ദിനം എന്നാണ് അതറിഞ്ഞൂടെ അല്ലേ? നവംബർ 1 അല്ലേ നമ്മൾ സാരിയും സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ മുണ്ടും വേഷ്ടിയൊക്കെ കൊടുത്ത് നമ്മൾ പോകുന്നത് എന്താണ്? നവംബർ 1 കേരളം രൂപീകൃതമായിട്ടുള്ള ദിനം. അപ്പോൾ ആ നവംബർ 1 പുരസ്കാരം നൽകുന്നത്. 2025 പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ളയ്ക്കാണ്. 2024 NS മാധവന്. 2023 SK വസന്തന്. ഓക്കെ അല്ലേ? അപ്പോൾ 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകപ്പെട്ട് തുടങ്ങിയത്. എല്ലാ വർഷവും നവംബർ 1 ഈ പുരസ്കാരം കേരളപ്പിറവി ദിനത്തിൻ്റെ അന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ 2025 കിട്ടിയത് ആർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ്. പിന്നെ തൊട്ട് താഴെ 2024 കിട്ടിയത് ആർക്കാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, NS മാധവൻ. ഹിഗ്ഗിറ്റ് എഴുതിയതാരാണ്? NS മാധവനാണ്. പിന്നെ അതുപോലെ തന്നെ 2023 ആർക്കാണ് കിട്ടിയ? SK വസന്തനാണ്. അതായിരിക്കും ചോദിക്കാൻ ചാൻസ്. ഈ ഒരു 3 ഇയറേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ശരിയായിട്ടുള്ള പരിഭാഷ ഏത്? ഓക്കെ, പരിഭാഷ എന്ന ചോദ്യം വന്നിട്ടുണ്ട്. നമുക്ക് നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദ ടിമിഡ് ബ്രേവ്. നെസസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആവശ്യകത എന്നറിയാം അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ആവശ്യം വന്നാൽ ഒന്നിനും കൊള്ളാത്തവനും ധീരനാകും, ഒന്നിനും കൊള്ളാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും, ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും, ആവശ്യം വന്നാൽ ധീരനും ഒന്നിനും കൊള്ളാത്തവനാവും. ഏത് വരും? എല്ലാം ശരിയായിട്ട് തോന്നിയല്ലേ? നോക്കി, നെസസിറ്റി എന്ന് പറയുമ്പോൾ ആവശ്യമാണ്. അപ്പോൾ ആവശ്യം എല്ലാത്തിലും വരണം. ടിമിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ളൊരു മീനിങ് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലോട്ട് പോവാം. ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ എന്താകും? ധീരനാകും. ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും. ദേ ഗേവ് ഇൻ ആഫ്റ്റർ ദ ഫിയേഴ്സ് റെസിസ്റ്റൻസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിൻ്റെ പരിഭാഷ എന്താണ്? കടുത്ത ചെറുത്തുനിൽപ്പിന് ശേഷം അവൻ കീഴടങ്ങി. കടുത്ത ചെറുത്തുനിൽപ്പിന് ശേഷം അവൻ കീഴടങ്ങി. ദേ ഗേവ് ഇൻ ആഫ്റ്റർ ദ ഫിയേഴ്സ് റെസിസ്റ്റൻസ്. കടുത്ത ചെറുത്തുനിൽപ്പിന് ശേഷം അവൻ കീഴടങ്ങി. ഓക്കെ, സെറ്റ്. It is better to die like a lion than to live like an ass. സമാനമായിട്ടുള്ള പഴഞ്ചൊല്ല് ഏത് അല്ലേ? ഡൈ ഉണ്ട്, ലീവ് ഉണ്ട്, ലയണുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം, ആസുമായിട്ട് ലിങ്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡൈ ലയൺ. ഒരു സിംഹമായി ജീവിക്കുക അല്ല, ഒരു സിംഹമായി മരിക്കുക ശരിയായി. ഒരു കഴുതയായി മരിക്കുക, കഴുതയായി ജീവിക്കുക. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് തെറ്റ് അല്ലേ? പിന്നെ ഒരു സിംഹമായി മരിക്കുന്നതാണ്. ഓക്കെ ശരി. ഒരു കഴുതയായി ജീവിക്കുന്നവരുന്നത് അല്ലേ? ജീവിക്കുന്ന 2 രീതിയിൽ വന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഒരു സിംഹമായി മരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഒരു കഴുതയായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത്. നമുക്കൊക്കെ അത് മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു പോയിൻ്റാണ് അല്ലേ? ഓക്കെ, ദ ബിസിയസ്റ്റ് മാൻ ഹാവ് ദ മോസ്റ്റ് ലെഷർ. ഏറ്റവും കൂടുതൽ തിരക്കുള്ളവനാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് സമയം ലഭിക്കുന്നത്. നമ്മളിന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്താൽ എന്താണ്? നമുക്ക് നല്ല രീതിക്കുള്ള ഒഴിവ് സമയം ലഭിക്കും അല്ലേ? അപ്പോൾ എന്താണ്? ഏറ്റവും കൂടുതൽ തിരക്കുള്ളവനാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് സമയം ലഭിക്കുന്നത്. ദ ബിസിയസ്റ്റ് മെൻ ഹാവ് ദ മോസ്റ്റ് ലെഷർ. ഏറ്റവും കൂടുതൽ തിരക്കുള്ളവനാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് സമയം ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നവരസങ്ങൾ എന്നതിലെ നവരസം, മറ്റേ നമ്മൾ ഉദയനാണ് താരം സിനിമയിൽ രസം ഉണ്ടാക്കാൻ അറിയുമല്ലേ? ആ ഒരു സീനുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ? നമ്മുടെ ഇപ്പം അന്തരിച്ച നമ്മുടെ ശ്രീനിവാസൻ്റെ വളരെ മികച്ച കഥാപാത്രമായിരുന്നു അല്ലേ ഇതിൽ ഉദയനാണ് താരത്തിൽ. അപ്പോൾ അതിലുള്ളധികം എക്സ്പ്രഷൻസൊക്കെ മുഖത്ത് വരാറുണ്ട്. അത് നവരസങ്ങൾ, 9 രസങ്ങൾ നമ്മളെ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. നവം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 അല്ലേ? അപ്പോൾ നോക്കിയേ, ഇതിൽ സമാസം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ദിഗ്ഗു സമാസം, കർമ്മധാരയൻ, ബഹുവ്രീഹി, നിത്യസമാസം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലോട്ട് പോവാം. ദിഗ്ഗു സമാസം നമുക്കറിയാം. 2 പദങ്ങൾ എഴുതുമ്പോൾ അല്ലേ, ഇപ്പോൾ 6 കാലം നമ്മൾ വിഗ്രഹിച്ച് അല്ലെങ്കിൽ ആ സമാസിച്ച് എഴുതുമ്പോൾ 6 എന്ന് പറയുന്നത് എന്താണ്? പൂർവ്വപദമാണ്, ആദ്യത്തെ പദം. ഇത് ഉത്തരപദം, കാലം. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ഷഡ്കാലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
അപ്പോൾ പൂർവ്വപദം എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയായിട്ട് വരുമ്പോൾ സമാസിച്ചെഴുതുമ്പോൾ പൂർവ്വപദം എണ്ണൽ സംഖ്യയായിട്ട് വരുന്നതാണ് എന്ത് സമാസം എന്ന് പറയുന്നത്? ദ്വിഗ്വസമാസം എന്ന് പറയുന്നത് അല്ലേ? ദ്വിഗ്വസമാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷഡ്കാലം 6 കാലം, സപ്തസ്വരം എന്താണ് 7 സ്വരം. ഓക്കെ, അതൊക്കെ ഏതിൽ വരുന്ന സമാസമാണ്? അല്ലെങ്കിൽ ഏതിൽ വരുന്നതാണ്? ദ്വിഗ്വസമാസത്തിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? ശരിയായിട്ടുള്ള വാക്യം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അവൻ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വച്ചു, തുലാഭാരത്തിന് 100 തേങ്ങകൾ എത്തിച്ചു. നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ്. നോക്കാം നമുക്ക്. അവൻ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണം എന്ന് പറയുന്നതേ എന്താണ്? ചുറ്റുമാണ്. പ്രദക്ഷിണം തന്നെയാണ് എന്ത്? ചുറ്റും. തുലാഭാരത്തിന് 100. അപ്പോൾ ഇത് തെറ്റല്ലേ? റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടൊക്കെയല്ലേ? ഒരേ ആശയം തന്നെ വീണ്ടും വന്നിരിക്കണം. ചുറ്റും എന്ന് പറയുന്നതും പ്രദക്ഷിണം എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. അപ്പോൾ സെയിം ആശയം തന്നെ വന്നിരിക്കണോണ്ട് അതെന്തല്ല, ഇത് ക്യാൻസലായിട്ട് പോകും. തുലാഭാരത്തിന് 100 തേങ്ങകൾ അർപ്പിച്ചു. ഇതെന്താണ്? ഇത് തെറ്റാണ്. എങ്ങനെ തെറ്റാവും? 100 തേങ്ങകളെന്ന് നമ്മൾ പറയില്ല. 100 തേങ്ങകളെന്ന് നമ്മൾ പറയാറേ ഇല്ല. എന്തെന്നേ നമ്മൾ പറയാൻ പാടുള്ളൂ? 100 തേങ്ങ, 100 തേങ്ങ എന്നേ പറയാറില്ല. കാരണം നമ്മുടെ ഈ ഒരു തേങ്ങകൾ അല്ലെങ്കിൽ നപുംസക ലിംഗത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെ എന്ത് വരത്തില്ല? കൾ പ്രത്യയം നമ്മൾ യൂസ് ചെയ്യത്തില്ല സംഖ്യകൾ വരുമ്പോൾ. ഓക്കെ, അപ്പം 100 തേങ്ങകൾ എന്തല്ല? തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അപ്പം നമുക്ക് 2 ഉദാഹരണം കൂടി നോക്കിയാലോ? 100 പുസ്തകങ്ങൾ. ഓക്കെ, 100 പുസ്തകങ്ങൾ, 100 പുസ്തകം, 100 പുസ്തകം. ഇതിലേതായിരിക്കും ശരി? നമുക്ക് അറിയാം അല്ലേ, നമ്മൾ കൾ പ്രത്യയം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ 100 പുസ്തകം എന്നുള്ളതായിരിക്കും ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതല്ല, ഇത് തെറ്റാണ്. ഓപ്ഷൻ സി തെറ്റാണ്. സോറി, ഓപ്ഷൻ സി അല്ലല്ലോ, ഓപ്ഷൻ ബി തെറ്റാണ്. നമുക്ക് ഓപ്ഷൻ സിയിലോട്ട് പോവാം. നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അതവിടെ നിൽക്കട്ടെ, അടുത്ത് നോക്കാം. ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ്. എല്ലായിടത്തും തന്നെയാണ് എന്തും? സർവത്രയും. ഒന്നിയിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവത്ര അഴിമതിയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അഴിമതിയാണെന്ന് പറയാം. 2 ഒരേ മീനിങ്ങിലുള്ള വാക്കുകളും ഒരുമിച്ച് വരാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും എന്ന് മാറ്റിയിട്ട് സർവത്ര അഴിമതിയാണെന്ന് ആക്കുക. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും സെയിം ആയിട്ടുള്ള അർത്ഥം വരുന്നത് കൊണ്ട് തന്നെ എല്ലായിടത്തും സർവത്രയും നമ്മൾ യൂസ് ചെയ്യാറില്ല, ഒരേ മീനിങ് വരികയാണ് അല്ലേ? അപ്പം നമ്മുടെ ആൻസർ ഏതായിരിക്കും? നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അതല്ലേ ശരി? അതാണ് ശരി. ഓക്കെ, നീ ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങനെയാണെങ്കിൽ അടുത്തത് ശരി ഏത്? അല്ലേ, പദശുദ്ധി എന്നാണ് ചോദ്യം വന്നേക്കുന്നത്. വാക്യശുദ്ധി എന്ന് വന്നു, ഇനി അതത് പദശുദ്ധി എന്ന് വന്നിട്ടുണ്ട്. അണ്ടഘടാഹം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അതിലേതായിരിക്കും ശരി? നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി. ഈ ഒരു ഓർക്കണേ. അടുത്ത് നോക്കിയേ, പിപാസ എന്നതിൻ്റെ പര്യായ പദമാണ് എന്ത്? പിപാസ, ദാഹമാണ്. പിപാസ, പിപാസു വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ദാഹം? പിപാസ, പിപാസ, പിപാസ എന്താണ്? ദാഹമാണ്. ഓർത്ത് വെക്കണേ, പിപാസ ദാഹം. പിപാസ, തർഷ, തൃഷു, തൃഷ്ണയൊക്കെ എന്താണ്? ദാഹത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്തൊരു ചോദ്യം നോക്കിയേ. കരിമ്പനക്കൂട്ടങ്ങളിൽ കാറ്റു പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചു എന്ന് മാത്രം. ഓക്കെ, കരിമ്പനക്കൂട്ടങ്ങളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിക്കുന്നത് മാത്രം. മലയാളത്തിലെ ഏത് പ്രമുഖ നോവലിസ്റ്റാണ് തൻ്റെ മാസ്റ്റർ പീസായിട്ടുള്ള കൃതിയുടെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതിയത്? അതറിയണമെങ്കിൽ ആ നോവല് ഏതെന്ന് നമ്മൾ അറിയണം അല്ലേ? നോവൽ ഏതെന്ന് അറിഞ്ഞാലേ നമുക്കിത് എഴുതാൻ പറ്റത്തുള്ളൂ. ഏതാണ് ആ നോവല്? മലയാളത്തിലെ മുമ്പും ഒരു നോവലിന് മുമ്പൊന്നും ശേഷമൊന്നും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരേ ഒരു നോവലേ ഉള്ളൂ. ഏതാത്? ഖസാക്കിൻ്റെ ഇതിഹാസം അല്ലേ?
നമ്മൾ ഓരോ പ്രായത്തിൽ വായിക്കുമ്പോഴും ഓരോ സാഹചര്യങ്ങളിൽ ആലോചിക്കുമ്പോഴും അതിന് പല മീനിങ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെന്ന് എത്ര വട്ടത്തെ PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രമാണ് രവിയും അതുപോലെ തന്നെ അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രവും. ആരൊക്കെയാ? രവിയും അതുപോലെ തന്നെ അപ്പുക്കിളി. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയത് ആരാടെങ്കിൽ OV വിജയൻ. OV വിജയൻ്റെയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അങ്ങനെയാണെങ്കിൽ കടൽ തീരത്ത് എന്ന് പറയുന്ന ചെറുകഥ എഴുതിയത് ആരാണ്? OV വിജയനാണ്. അപ്പോൾ അതും കൂടി ഓർത്ത് വച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാമെന്ന് മനസ്സിലായില്ലേ? അതിൽ തന്നെ ഒരു ലൈൻ തന്നിട്ട് അല്ലെങ്കിൽ ആരംഭം തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ നോക്കി, നിളയുടെ കഥാകാരൻ ആരാണ്? MD വാസുദേവൻ നായർ. മയ്യഴിപ്പുഴയുടെ കഥാകാരൻ ആരാണ്? M മുകുന്ദൻ. ഓക്കെ, നിളയുടെ കഥാകാരൻ MD വാസുദേവൻ നായർ. നിളയുടെ കവി ആരാണ്? P കുഞ്ഞുരാമൻ നായർ. ഇനി അടുത്ത M മുകുന്ദൻ എന്താണ്? മയ്യഴിപ്പുഴയുടെ കഥാകാരൻ അല്ലേ? മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? M മുകുന്ദനെയാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതിയത് ആരാണ്? M മുകുന്ദനാണ്. ഓക്കെ, കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ VV അയ്യപ്പനാണോ? KE മത്തായി ആണോ? ജോർജ് വർഗീസാണോ? PC ഗോപാലനാണോ? VV അയ്യപ്പൻ ആരാണ്? കോവിലനാണേ. കോവിലനാണ് VV അയ്യപ്പൻ. അങ്ങനെയാണെങ്കിൽ കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വർഗീസ് ആണ്. ജോർജ് വർഗീസ് ആണ്. അങ്ങനെയാണെങ്കിൽ NN കക്കാട്, K നാരായണൻ നമ്പൂതിരി, NN കക്കാട് റയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂട്ടഞ്ചേരി എന്നറിയപ്പെടുന്ന കുഞ്ഞൂർ കുഞ്ഞികൃഷ്ണക്കുറുപ്പിനെയാണ്. ഓക്കെ, റയർ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ കണ്ടിട്ടില്ല, ഈ കൂട്ടഞ്ചേരി എന്നൊന്നും കണ്ടിട്ടില്ല. NN കക്കാടിനെ ചോദിച്ചിട്ടുണ്ട്. K നാരായണൻ നമ്പൂതിരിയാണ്. VV അയ്യപ്പൻ കോവലിനാണ് നമ്മൾ പറഞ്ഞു. ബ്ലാക്ക് ലെഗ് എന്ന പ്രയോഗത്തിന് ശരിയായ പരിഭാഷ ഏതാടേ? കരിങ്കാലി അല്ലേ? കരിങ്കാലി. എന്താണ് കരിങ്കാലി എന്ന് പറയുന്നത്? കരിങ്കാലി അതായത് ഒരു പ്രക്ഷോഭത്തിന് ആക്കം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്ന, തനിക്കും കൂടി വേണ്ടയുള്ള ഒരു പ്രക്ഷോഭമാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളായിട്ട് നമുക്ക് എന്ത് പറയാം? കരിങ്കാലി എന്ന് പറയാം. ഓക്കെ, ചെറിയൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, കരിങ്കാലി. ഇനി എന്താണ് ഈ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ? അച്ചടക്ക നടപടി അല്ലേ? ആ ഡിസിപ്ലിനറി ആക്ഷൻ പ്രകാരം നമുക്കൊരു ജോലി പോകുന്നതൊക്കെ നമ്മൾ കേട്ടില്ലേ? അച്ചടക്ക നടപടിയാണ്. ബ്ലാക്ക് ലിസ്റ്റ് എന്നാണ്, കരിമ്പട്ടിക. ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി, അവനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി എന്നൊക്കെ പറയാറില്ലേ? ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുമ്പോൾ ചതിയനാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, കൂട്ടത്തിൽ പെടുത്താത്തവൻ എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് പറയാം. ബ്ലാക്ക് ഷീപ്പ് എന്താണ്? ചതിയനാണ്. അടുത്തത് ഫോർബിഡൻ ഫ്രൂട്ട് എന്നതിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗം ഏത്? ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് മറച്ചു വെച്ച കനി, വിലക്കപ്പെട്ട കനി, മയക്കുന്ന കനി, കിട്ടാക്കനി, പുളിക്കും. എന്തായിരിക്കും ഇവിടെ? ഫോർബിഡൻ ഫ്രൂട്ട്. നമ്മൾ വിലക്കപ്പെട്ടത് അല്ലേ? വിലക്കപ്പെട്ട കനിയാണ് എന്ന് പറയുന്നത് ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്, വിലക്കപ്പെട്ട കനി. ഓക്കെ, അപ്പോൾ വി ഈറ്റ് ഇൻ ഓർഡർ ദാറ്റ് വി മേ ലീവ് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയാണ് നാം ഭക്ഷണം കഴിക്കുന്നത് എന്നതാണ്. ആൽഫ ആൻഡ് ഒമേഗ എന്തായിരിക്കും? ആദിയും അന്തവും. നമ്മൾ ആൽഫബറ്റ് ഓർഡറിൽ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഗ്രീക്ക് ആൽഫബറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുമ്പോൾ ആൽഫ ആദ്യത്തെ ലെറ്റർ നമ്മൾ A എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന ലെറ്റർ പോലെ അവിടെ ആദ്യം യൂസ് ചെയ്യുന്നത് A ആണ്, ആൽഫയാണ്. ലാസ്റ്റ് ഉള്ളത് ഏതാണ്? ഒമേഗയാണ്. അതുകൊണ്ടാണ് ആ ഒരു ആദിയും അന്തവും എന്നുള്ളൊരു രീതിയിൽ നമുക്ക് തുടക്കവും അവസാനവും എന്നുള്ള രീതിയിൽ നമ്മൾ ആൽഫ ആൻഡ് ഒമേഗ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. നമുക്കിനിയും എന്ത് ചെയ്യാം? ഫ്യൂച്ചറിൽ മറ്റു PYQs ഒക്കെ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.